എറണാകുളം വടക്കേക്കരയിൽ സത്താർ ദ്വീപിലെ 100-ലേറെ കുടുംബങ്ങൾ ആശങ്കയിലാണ്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പുഴയിൽ നിന്നും മണ്ണെടുക്കുന്നത് സത്താർ ദ്വീപിനെ മുഴുവൻ വെള്ളത്തിലാക്കുമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്രഡ്ജിംഗ് ആണ് നാട്ടുകാരുടെ ആശങ്കയ്ക്ക് കാരണം. ദ്വീപിന്റെ മറുകരയിൽ നടത്തുന്ന ഡ്രഡ്ജിംഗ് ജോലികൾ രാത്രിയിൽ ദ്വീപിനോട് ചേർന്ന് നടത്തുന്നതായാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. ഇതിങ്ങനെ പോയി കഴിഞ്ഞ ചിറ മുഴുവനും ഞങ്ങളുടെ വീട് മല്ല പോകും. ഇപ്പം ഈ വെള്ളം കയറില്ല തന്നെ ഈ അടുക്കളയിലൊക്കെ ഞങ്ങൾക്ക് കട്ടൻ ചായ അർപ്പിച്ച് കുടിക്കണമെങ്കിലും വെള്ളം കോരിക്കളഞ്ഞിട്ടാണ് ഈ വെള്ളത്തിന് ഞങ്ങൾ കയറണത്. അത് ഭയങ്കര പറയാൻ പറ്റില്ല, നമുക്ക് അത്ര അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കണത്. സംരക്ഷണ ഭിത്തി പോലുമില്ലാത്ത ഡ്രഡ്ജിംഗ് തുടരുകയാണെങ്കിൽ സമീപത്തുള്ള വീടുകൾ പുഴയിലേക്ക് പതിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അപകടകരമായ ഡ്രഡ്ജിംഗ് ജോലികൾ നിർത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ദ്വീപും ദ്വീപിലുള്ളവരും വെള്ളത്തിലാകുമെന്നാണ് ഇവർ പറയുന്നത്. 110 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിനകത്ത് ഇപ്പോൾ 5 വീട് ഇപ്പോൾ അപ്പുറത്തേക്കൊക്കെ മാറി താമസിച്ചു. ബാക്കി 100ഓളം വീടുകൾ ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ചെലുത്താനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥലത്തിലും ഇതിന് ഒരു നിയന്ത്രണം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ നമുക്ക് ഒരു കൃത്യമായിട്ടൊരു വഴിയില്ല. ആളുകൾ എടുത്തുകൊണ്ടുപോകേണ്ട കണ്ടീഷൻ. പണ്ടൊക്കെ വഞ്ചിക്ക് പോരുന്നു. ഒരേ സമയം 2 ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാൻ സാധിക്കുന്ന പാലം മാത്രമാണ് ഈ ദ്വീപിലുള്ള മനുഷ്യരുടെ ഏക ഗതാഗത മാർഗം. ഈ പാലവും ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ വാഗ്ദാനങ്ങളേറെ നൽകുന്നുണ്ടെങ്കിലും ഒന്നും നടപ്പാക്കാറില്ലെന്ന് സത്താർ ദ്വീപിലെ ജനങ്ങൾ ആരോപിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, എറണാകുളം.